ഗ്രൂപ്പിൽ ഇന്നലെ ആ വീഡിയോ ഇടാതിരുന്നത്. പിന്നെ വേറെ റെക്കോർഡ് ചെയ്തിട്ട് വേണം ആ വീഡിയോ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാനും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3. ഹു വാസ് അർണോൾഡ്സ് നെയ്ബർ ആൻഡ് ഫ്രണ്ട് ഡ്യൂറിങ് ഹിസ് ഫാമിലി സ്റ്റേ ഇൻ ദ ലേക്ക് ഡിസ്ട്രിക്ട്? എല്ലാവരും പറയണം കേട്ടോ, ഒരാൾ മാത്രം പറയാൻ നിൽക്കുക, എല്ലാവരും ഒരുമിച്ച് പറയണേ. ആരാണ്? ഓപ്ഷൻ ബി ആണല്ലേ, വേർഡ്സ്വർത്ത് ആണല്ലേ. വേർഡ്സ്വർത്തിന് അങ്ങോട്ട് മാറുന്ന സമയത്ത് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നുണ്ട്. ആ പ്രോപ്പർട്ടിൻ്റെ പേരെന്താ? ആ പ്രോപ്പർട്ടിയുടെ പേര് പറയുന്നുണ്ട്. അത് നിങ്ങൾ പറഞ്ഞു പ്രോപ്പർട്ടിയുടെ പേര് ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല? ആർക്കും ഓർമ്മയില്ല? കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് പറയണത്. ആർക്കും ഓർമ്മയില്ല? ഫോക്സ് ഹോം അതിൻ്റെ പേര് കേട്ടോ, മറന്നു പോകരുത്. സോ ദ നെയിം ഓഫ് ഫോക്സ് ഹൗ. യെസ്, വെരി ഗുഡ്. Who was Arnold's neighbor and friend during his family stay in the Lake District, Wordsworth ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് പ്രൈസ് ഡിഡ് അർണോൾഡ് വിൻ ഇൻ 1843 ഫോർ ഹിസ് പോയം ക്രോംവെൽ? എന്ത് പ്രൈസാണ് കിട്ടിയത്? ഓപ്ഷൻ എ ന്യൂഡിഗേറ്റ് പ്രൈസാണ് എന്ത് കിട്ടിയത് ഈ വർക്കിന് അയാൾക്ക് കിട്ടിയത് കേട്ടോ. അത് ആ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ 1843 വിച്ച് വർക്ക് ക്രോംവെൽ ആൻഡ് വിച്ച് പ്രൈസ് ന്യൂഡിഗേറ്റ് പ്രൈസ്. അങ്ങനെ വേണം പഠിക്കാനേ, അല്ലാണ്ട് ഇത് മാത്രം പഠിച്ചു പോയി. കാരണം ബിക്കോസ് വി ഷുഡ് എക്സ്പെക്ട് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഇൻ ദ കമ്മിങ് എക്സാംസ്. എപ്പോഴും എക്സ്പെക്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെക്ട് ചെയ്യണം അടുത്ത എക്സാമുകളൊക്കെ. അവിടെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു പോയാൽ മാത്രം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ ആൻസർ ഈസ് ന്യൂഡിഗേറ്റ് പ്രൈസ്. ദെൻ ഹൗ ഡിഡ് മാത്യു അർണോൾഡ് ഡിസ്ക്രൈബ് ഹിസ് പോയറ്റിക് ക്വാളിറ്റീസ് കമ്പയർഡ് ടു ടെന്നിസൺ ആൻഡ് ബ്രൗണിംഗ്? Superior to both, more intellectual than Tennyson, a fusion of Tennyson's sentiment and Browning's intellect, less relevant than either. Which one? Option C. Option D or D alla. C. Option B alla. C. Option C ആണ് കേട്ടോ. He says that a fusion of Tennyson's sentiment and Browning's intellect. Very good. Then question number 6. Which of these works was written by Matthew Arnold? Empedocles on Etna, In Memoriam, The Ring and the Book, Paradise Lost. Empedocles of Etna. How he started his career? അയാൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഴുതുന്നൊരു വർക്കുണ്ട്. ഏതാ വർക്ക്? പോരട്ടെ. ദ സ്ട്രെയിറ്റ് റെവലർ ആൻഡ് അതർ പോയംസ്. ആ ഇയർ ഏതായിരുന്നു? ഇൻ വിച്ച് ഇയർ ഹി റോഡ് ദിസ് വർക്ക്? സ്ട്രെയിറ്റ് ട്രാവലർ ആൻഡ് അതർ പോയംസ്. ഏത് ഇയറിലാണ് വർക്ക് ചെയ്തത്? ഏത് ഇയറിലാടോ? ഓർമ്മയില്ല. 1849 കേട്ടോ ആ വർക്ക് ചെയ്തത്, മറന്നു പോരുത്. സിമ്പിൾ ക്വസ്റ്റ്യൻ എത്തുന്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which collection contains the poem Dover Beach? ഏത് കളക്ഷനിലാണ് ഈ ഡോവർ ബീച്ച് എന്ന് പറയുന്ന പോയം ഉൾപ്പെട്ടിരിക്കുന്നത്? ഏതാ? ഓപ്ഷൻ സി. ന്യൂ പോയംസ് അല്ലേ. ഇൻ വിച്ച് ഇയർ? ന്യൂ പോയംസിന്റെ ഇയർ ഏതാ? ഫസ്റ്റിന്റെ ഇയർ ഏതാണ്? 1867 ഈ വർക്ക് വരുന്നത്. ആൻഡ് ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഡോവർ ബീച്ച് ഇൻ വിച്ച് ഇയർ? ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഡോവർ ബീച്ച് ഇൻ വിച്ച് ഇയർ? 1851 or 1852 അല്ലേ? റൈറ്റ് ആഫ്റ്റർ ഹിസ് മാരേജ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ. ഹു ഡിസ്മിസ്ഡ് അർണോൾഡ് ആസ് an educated versifier? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, കാരണം കമൻസുകൾ. Who dismissed Arnold as an educated versifier? ആരാടോ? എന്നാലോചിച്ച് നോക്കൂ, കിട്ടും. T.S. എലിയറ്റ് എന്താ വിളിച്ചത് ഇയാളെ? എഡിത്ത് സിറ്റ്വെല്ലാണ് ആര് വിളിച്ചത്? എഡ്യൂക്കേറ്റഡ് വേഴ്സിഫയർ വിളിച്ചത്. T.S. എലിയറ്റ് എന്താ വിളിച്ചത്? വാട്ട് T.S. എലിയറ്റ് കോൾഡ്
മാത്യു അർണോൾഡ്? എന്താ എന്താ വിളിച്ചത്? പറയൂ. അക്കാദമിക്. വെരി ഗുഡ്. അക്കാദമിക് എന്നാണ് ടി സെലിയറ്റ് വിളിച്ചിട്ടോ. Okay. ഓക്കെ. ദെൻ എടുത്ത് സിറ്റ് വെൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ക്രിട്ടിക് ഡിഡ് ആർ എൽ സ്റ്റീവൻസൺ മേക്ക് അബൌട്ട് അർണോൾഡ് ആഫ്റ്റർ ഹിസ് ഡെത്ത്? എന്താണ് ആർ എൽ സ്റ്റീവൻസൺ ആഫ്റ്റർ അർണോൾഡിന് മരണത്തിന് ശേഷം പറഞ്ഞത്? ഹി വുഡ് ഡിസ്ലൈക്ക് ഗോഡ് ഇൻ ഹെവൻ, ഹി ലാക്ക്ഡ് പോയറ്റിക് ഡെപ്ത്, ഹി വാസ് ഓവർലൈ ഇൻ്റലക്ച്വൽ, ഹി ഹാഡ് നോ എൻഡ്യൂറിംഗ് വർക്ക്സ്. Option A. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഹി വുഡ് ഡിസ്ലൈക്ക് ഗോഡ് ഇൻ ഹെവൻ എന്നാണ് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10. വിച്ച് വർക്ക് ഓഫ് ആർണൾഡ് ഈസ് കൺസിഡേർഡ് എ റെസ്പോൺസ് ടു വിക്ടോറിയൻ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ്സ്? വിക്ടോറിയൻ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ്സ് റെസ്പോൺസ് ചെയ്ത വർക്ക് ഏതാ? എസ്റ്റേറ്റിക് ക്രിറ്റിസിസം, കൾച്ചർ അനാർക്കി, ഡോവർ ബീച്ച്, ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മ. ഏത് വർക്കാ? ഡോവർ ബീച്ച്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ? Then, in which year was Dover Beach published? ഏത് വർഷമാണ് ഡോവർ ബീച്ച് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്? 1867. 1849 എന്താ? വാട്ട് കംസ് 1849? 1849 വർക്ക് ഏതാ? സ്ട്രേറ്റ് ട്രാവലർ ആൻഡ് അതർ പോയംസ്. ഇത് മറന്നു പോരുതേ. ഫസ്റ്റ് വർക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ്, ഒരിക്കലും മറന്നു പോയത്. ഫസ്റ്റ് വർക്ക് ഓൾവേസ് ഇസ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. Then 12th question. The sea of faith in Dover Beach symbolizes the beauty of nature, religious and spiritual belief, Option. the tides of the English Channel, human misery. What is sea of faith? Option B. Option C. B. Religious and spiritual. റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ബിലീഫാണ് എന്ത് വരുന്നത് നമ്മുടെ സി ഓഫ് ഫെയ്ത്ത് കൊണ്ട് അർണോൾഡ് മെൻഷൻ മീൻ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 13. വാട്ട് ഇസ് ദ ടോൺ ഓഫ് ഡോവർ ബീച്ച്? സെലിബ്രേറ്ററി, മെലങ്കോളിക്, ഒപ്റ്റിമിസ്റ്റിക്, ഡൈഡാക്റ്റിക്. ഏതാ? Sir, option C. ഓപ്ഷൻ സി. ഒപ്റ്റിമിസ്റ്റ് ആണോ ഇയാൾ പറഞ്ഞത്? Melancholic. മെലങ്കോളിക് ആണ് കേട്ടോ. Okay. Then, which scientific work influenced the decline in faith mentioned in Dover Beach? ഒരു ബുക്കിൻ്റെ ഒരു വിക്ടോറിയൻ ഇറങ്ങുന്ന ഒരു ബുക്കിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. വിച്ച് ബുക്ക്? ദ പ്രിൻസിപ്പിയ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്, ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, എസ്റ്റേറ്റിക് ക്രിറ്റിസിസം. ഏതാ? വൈ ദ മെൻ ക്വസ്റ്റ്യൻസ് ഗോഡ്. ഏത് വർക്കാ? ഹലോ, ഓപ്ഷൻ ഏത് ഓപ്ഷനാടോ? പറടോ, ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ്സ് അല്ലേ? ഇൻ ദ ഒറിജിനോ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ലിറ്റററി ഡിവൈസ് ഈസ് പ്രൊമിനൻ്റ്ലി യൂസ്ഡ് ഇൻ ദ ലൈൻ ദ സീ ഓഫ് ഫെയ്ത്ത് വാസ് ഓൺസ് ടു അറ്റ് ദ ഫൾ? ദ സീ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന ആ ഒരു സാധനം എന്താണ്? ഹി മെറ്റഫോറിക്കലി റെപ്രസെൻറ്റ്. വാട്ട് ഈസ് മെറ്റഫോറിക്കലി റെപ്രസെൻറ്റ്? സീ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഹി കമ്പയർ റിലീജിയസ് ടു സീ ലാം. അതെന്തായിരുന്നു? സീ ഓഫ് ഫെയ്ത്ത് ഒരു സമയത്ത് ഈ സീ ഫുള്ളായിരുന്നു, വാട്ടർ ഫുള്ളായിരുന്നു. വെൻ ദ സീ ഓഫ് ഫെയ്ത്ത് റിട്രീറ്റഡ്, ദ വാട്ടർ ഓൾസോ റിട്രീറ്റഡ്. ഓക്കെ, ഇറ്റ് ഇസ് എക്സാമ്പിൾ ഓഫ് മെറ്റഫർ. ദെൻ, ഹൗ മെനി സ്റ്റാൻസാസ് ഡസ് ഡോവർ ബീച്ച് ഹാവ്? എത്ര സ്റ്റാൻസാസ് ഉണ്ട്? 4. What is the number of lines in the first stanza? Number of line first stanza. എത്ര നമ്പറാ? എത്ര ലൈനാ? 14. Number next stanza, second stanza? 6. Third stanza? 8. Fourth stanza? 9. Very good. 4, 6, 14, 6, 8, 9. ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ, മറന്നു പോകരുത്. Then, question number 17. What type of poem is Dover Beach? Sonnet, ode, dramatic monologue, lyric. Which type of poem is this? Which type of poem? Lyric. ഏതാണ്? C. It's a type of dramatic monologue. He represent, he
generally calls his wife Francie Lucy Whiteman in this poem. Like, then, അടുത്ത question. The sea in Dover Beach represents calmness and peace, turmoil and uncertainty, both faith and despair, none of the above. ആ സീ എന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ബോത്ത് ഫെയ്ത്ത് ആൻഡ് ഡെസ്പയറിനെയാണ് കാണിക്കുന്നത്, അല്ലാണ്ട് കാംനെസ് ആൻഡ് പീസ് അല്ല, അത് ഓർത്ത് വെക്കണേ. ക്വസ്റ്റ്യൻ നമ്പർ 19. വിച്ച് ഫേമസ് പ്ലേ റൈറ്റ് ഈസ് റെഫറൻസ്ഡ് ഇൻ ദി പോയം? ഓപ്ഷൻ എ. ഓപ്ഷൻ എ സോഫോക്ലിസ് ആണ് അല്ലേ? വെരി ഗുഡ്. ദെൻ question number 20. What does the ignorant armies clash by night symbolize? The chaos of war, the confusion of the modern world, faith versus science, both A and B. സർ both A and B ആയിരിക്കും. Both A and B ആണ് ആൻസർ വരുന്നത് കേട്ടോ. The chaos of war, the confusion of the modern world. The next question. What does the moon blanched land signify? Moon blanched land signify nature's purity, a world devoid of faith, Arnold's optimism, industrial growth. A world devoid of faith. A world devoid of faith. Very good. അടുത്ത question. Sorry. The melancholy long withdrawing row refers to. ഓടി കൊടുത്തിട്ടുണ്ടല്ലേ അതിനൊരു? ഇതിൽ ഓപ്ഷൻ ആൻസർ ഓൾറെഡി വന്നിട്ടുണ്ട്. സോറി. വാട്ട് ഡു ദ നേക്ഡ് ഷിംഗിൾസ് ഓഫ് ദി വേൾഡ്? നേക്ഡ് ഷിംഗിൾസ് എന്ന് പറയുന്നുണ്ട്. വെള്ളം പോകുന്ന സമയത്ത് വാട്ട് ഈസ് ലെഫ്റ്റ് ദെയർ? പെബിൾസ് മാത്രമല്ല, പെബിൾസ് ആർ നേക്ഡ് വൺസ് ഇറ്റ് ഈസ് സറൗണ്ടഡ് വിത്ത് വാട്ടർ അല്ലേ? ആ വാട്ടറിനെ പറയുന്നത് എന്താണ്? റിലീജിയൻ അല്ലേ? അതായത് പെബിൾസിനെ മെറ്റഫോറിക്കൽ കമ്പയർ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ കമ്പയർ ചെയ്യുന്നത്, മനുഷ്യന്മാരുടെ കമ്പയർ ചെയ്യുന്നത് ഷിംഗിൾസിനെ. വൺസ് ഇറ്റ് വാസ് പ്രൊട്ടക്റ്റഡ് വിത്ത് റിലീജിയൻ, ബട്ട് നൗ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ആ ഒരു പെബിൾസിൻ്റെ മുകളിൽ വെള്ളം ഉണ്ടാകുമ്പോൾ എന്താണ്? ഇറ്റ് വാസ് പ്രൊട്ടക്റ്റഡ് ബൈ വാട്ടർ. സോ വെൻ ഇറ്റ് ഗോസ് ഇറ്റ് വാസ് ലൈക്ക് നേക്ഡ് ഷിംഗിൾസ് എന്നാണ് പറയുന്നത്. വാട്ട് ഡു ദ നേക്ഡ് ഷിംഗിൾസ് ഓഫ് ദി വേൾഡ് സിംബലൈസ്? ഹ്യൂമൻ ഐസൊലേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ. വൈ ഈസ് ദ വേർഡ് കമ്പയർഡ് ടു ദ എ ലാൻഡ് ഓഫ് ഡ്രീംസ് ഇൻ ദ പോയം? ഈ പോയത്തെ ലാസ്റ്റ് വരുന്ന സമയത്ത് പോയറ്റ് കമ്പയർസ് the world to land of dreams. Why? It is surreal and illusory. It is hopeful and promising. It is peaceful and serene. It is untouched by human misery. ഏതുമായിട്ടാ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്? ഏതുമായിട്ടാടോ? നോക്ക്. ഓപ്ഷൻസ് ജസ്റ്റ് വായിച്ചു കിട്ടും. സിമ്പിളാണ് ആൻസർ. ജസ്റ്റ് ഒന്ന് ഗസ്സിങ്ങും ചെയ്യും. ജസ്റ്റ് ഒരു ഗസ്സെങ്കിലും ചെയ്യും. ബിയും അല്ല ഡിയും അല്ല. ഹി സേസ് ദാറ്റ് ലാൻഡ് ഓഫ് ഡ്രീംസ് ഇറ്റ് ഈസ് സറിയൽ ആൻഡ് ഇല്യൂസറി. ആ ഡ്രീംസ് എന്ന് പറയുന്നത് എന്താണ്? പീസ്ഫുൾ ആൻഡ് സെറീൻ ആണ്. അല്ലല്ല. ഇറ്റ് ഈസ് സറിയൽ മീൻസ് it's not real and it is illusory. It's a type of illusion towards the peoples. People said that it's a land of dreams, but it's not like that. അതായത് മനുഷ്യന്മാർ പറയുന്നത് ന്യൂ വേൾഡ് ഇസ് എ ലൈക്ക് ഓഫ് എ ലാൻഡ് ഓഫ് ഡ്രീംസ് അല്ലേ? ബട്ട് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ദ ലാൻഡ് ഓഫ് ഡ്രീംസ്. ഇറ്റ് ഈസ് നോട്ട് റിയൽ ആൻഡ് ഇറ്റ് ഈസ് an illusion for them. So option A ആണ് ആൻസർ കേട്ടോ. What does the speaker plead for in the poem final stanza? ആ സ്റ്റാൻസ ഫൈനൽ സ്റ്റാൻസിൽ പറയുന്നുണ്ട് let us true to one another എന്ന് പറയുന്നുണ്ട്. സോ വാട്ട് ഇൻ ദിസ് ലൈൻ ഹി സജസ്റ്റ്? ഫെയ്ത്ത് ഇൻ ഗോഡ്, ലവ് ആൻഡ് ഫിഡിലിറ്റി, റിട്ടേൺ ടു നേച്ചർ, എംബ്രേസിങ് മോഡേണിറ്റി. ഏതാണ്? ഇങ്ങനത്തെ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും കേട്ടോ. അതൊക്കെ ചെയ്ത് പഠിക്കണേ. ഏതാ ഇതിൻ്റെ ആൻസർ? ഒരു ഗസ്സിങ് നടത്ത്. He says that we haven't lost the faith in God, so only we have what?
എന്താണ് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. സോ വി ഷുഡ് ലവ് ഈച്ച് അതർ. ലവ് ആൻഡ് ഫിഡിലിറ്റി ആണ് ആൻസർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ വർക്ക് ബൈ മാത്യു അർണോൾഡ്? ഏതാ? Odd on aggression on. ഓഡ് ഓൺ നെഗേഷൻ ആണ്. Odd on aggression. Odd on നെക്സ്റ്റ് വൺ, aggression. അർണോൾഡ് ഡിസ്ക്രൈബ്ഡ് ഹിംസെൽഫ് ആസ് എ? Wordsworthian. Wordsworthian. Very good. Next question. In the line, come to the window, sweet is the night air, which figure of speech is used when the speaker directly addresses someone absent or an inanimate object? ഏതല്ല ആൻസർ? Apostrophe. Apostrophe. Apostrophe ആൻസർ. Very good. Next one. In the line, the tide is full, the moon lies fair, which figure of speech is demonstrated? Alliteration. Alliteration ഉണ്ട്, and also which one? Anaphora. Anaphora. അലിട്രേഷനും അനഫോറയും വരും. അലിട്രേഷൻ വരുന്നത് എവിടെയാണ്? ഫുൾ ആൻഡ് ഫെയർ അല്ലേ? അപ്പോൾ അനഫോറ എവിടെ വരുന്നത്? റിപ്പിറ്റേഷൻ ഓഫ് ദ റിപ്പിറ്റേഷൻ ഓഫ് ദ ഇൻ ദി സെയിം ലൈൻ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു വിച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ? സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നു കേട്ടോ. എന്താണ് ഈ 4 ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഗ്രൂപ്പിലിടും ഇതെല്ലാം ഗ്രൂപ്പിലിടും. വായിച്ച് നോക്കൂ. ദർ ആർ 4 ഓപ്ഷൻസ്. നിങ്ങൾക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അവിടെ. ആ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മാത്യു അർണോൾഡ് വാസ് ബോൺ ഓൺ December 24, 1822. His father was the headmaster of rugby school. Arnold won the Newdigate Prize in 1840 for his poem Dover Beach. Arnold lived near Wordsworth during his childhood. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഏത്? എല്ലാം കറക്റ്റാ? 1 and 2 അല്ലേ? ഇതാണ് പറയണത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്ന് കൺഫ്യൂഷൻ വരും. അതിനും കറക്റ്റാ ടെക്സ്റ്റ് വായിച്ച് പഠിച്ചേ നിവർത്തിയുള്ളൂ. 3 wrong answer. ഇതിലേതാ ആൻസർ? റോങ്. ആൻസർ 3 അതിലാണ് റോങ്. Arnold won the Newdigate Prize in 1843 for his poem. Which poem he got Newdigate Prize? ഡോർബിച്ചിന് കിട്ടിയതാക്ക്. ഡോർബിച്ച് എഴുതിയിട്ടും കൂടിയില്ല. ക്രോംബൽ എന്ന് പറയുന്ന പോയത്തിനാണ് എന്ത് ചെയ്തത്? ന്യൂഡിഗേറ്റ് പ്രൈസ് കിട്ടിയത്. അല്ലാണ്ട് ഇതിനെന്തിനല്ല, ഡോർബിച്ചിനല്ല കേട്ടോ. ബാക്കി എല്ലാ ഓപ്ഷൻസും കറക്റ്റാണ്. ബാക്കിയെല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. മാത്യു അർണോൾഡ് വാസ് ബോൺ December 24, 1822 തന്നെയാണ്. സെക്കൻഡ് ഓപ്ഷൻ ഹിസ് ഫാദർ വാസ് ഹെഡ് മാസ്റ്റർ ഓഫ് റഗ്ബി സ്കൂൾ ശരിയാണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ Arnold lived near Wordsworth during his childhoodും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഓൺലി ദ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. സോ വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? 1, 2, 4. 1, 2, 4. So option B is the correct answer. Next question. He was described as blending Tennyson's sentiment and Browning's intellect. Arnold's poetry often reflects optimism and faith in humanity. Critics like Edith Sitwell dismissed him as an educated versifier. His poetry mainly focused on nature and its beauty, ignoring societal issues. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻക്ക് എന്തായാലും പ്രതീക്ഷിക്കുക ഇപ്പോഴത്തെ പ്രാവശ്യത്തെ എക്സാമിൽ. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. എല്ലാം കറക്റ്റ് അല്ലേ? ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ആണോ? രണ്ടാമത്തെ തെറ്റാണോ? രണ്ടാമത്തെ തെറ്റാണല്ലേ? He is not an optimist and faith in humanity. Optimist അല്ല അയാൾ. ആ ഓപ്ഷൻ തെറ്റാണ്. What about fourth? His poetry mainly focused on nature and its beauty, ignoring societal issues ആണോ? He's a sage writer അല്ലേ? ഓർമ്മയുണ്ടോ നമ്മൾ പോയിന്റ് പറഞ്ഞത്? What is sage writer? കണ്ടംപററി ഇഷ്യൂസ് ഡിസ്കസ് ചെയ്ത് പോയിട്ടാണ് ആര്? നമ്മുടെ മാത്യു അർണോൾഡ്. അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. അപ്പോൾ വിച്ച് ആർ ദി ഓപ്ഷൻസ് ആർ റോങ്? വിച്ച് ആർ ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ്? ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 ആൻഡ് സ്റ്റേറ്റ്മെന്റ് നമ്പർ 4 ആർ റോങ് അല്ലേ? അത് രണ്ടും തെറ്റായ എന്താണ് സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ ഇതിൽ? 1 and 3. 1 and 3 is the correct. So B is the correct option. Next one. Dover Beach was published in 1867. The poem addresses the decline of faith in the Victorian era. The poem contains references to Sophocles and Greek tragedies. The tone of the poem is optimistic and hopeful. ഏതാ? ഏതൊരു ഓപ്ഷൻ വരുന്നത്? സി ആണ് കറക്റ്റ് അല്ലേ? ലാസ്റ്റ് ഫോർത്ത് ഓപ്ഷൻ മാത്രമേ എന്തുള്ളൂ? ഇത് റോങ് ഉള്ളൂ. ദ ടോൺ ഓഫ് ദ പോയം ഈസ് നോട്ട് ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് ഹോപ്പ്ഫുൾ. അയാൾ ഒപ്റ്റിമിസ്റ്റിക് ആണ്, അയാൾ ഹോപ്പ്ഫുൾ ആണ് അല്ലല്ലേ? ഹി വാസ് വെരി
sad and pessimistic guys. Very good. Then, so these are the questions that I created for you, and rest of the questions I will send in the group. Okay. ഇത്രയല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് വേറെ ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഗ്രൂപ്പിൽ ഒരു 1/4 മണിക്കൂറിന് എന്ത് ചെയ്യും, ഗ്രൂപ്പിൽ ഞാൻ സെൻഡ് ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ എങ്ങനെ വെച്ചാൽ ഇന്ന് MCQ സെൻഡ് ചെയ്യും, നാളെ അതിൻ്റെ ആൻസർ ക്യൂ നിങ്ങൾ എന്ത് ചെയ്യും, ഗ്രൂപ്പിൽ ഞാനിടും. അപ്പോൾ ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക, നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ആൻസർ കറക്റ്റായി മാച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് നാളെ നൈറ്റിലെ ട്രംപിൾ ക്ലബിൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവും ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസം ക്ലാസ് എടുക്കുന്ന മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം ആ ഒരു ടെക്സ്റ്റിനെ കുറിച്ച് പഠിക്കുക, ആ ഒരു പോയിറ്റിനെ കുറിച്ച് പഠിക്കുക, ഓതറെ കുറിച്ച് പഠിക്കുക. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എപ്പോഴും ഒരു സെൽഫ് നോട്ട്, ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ആ നോട്ട്ബുക്കിൽ എഴുതി വെക്കാൻ ശ്രമിക്കുക. ഒരു 4 നോട്ട്ബുക്ക് വാങ്ങിയിട്ട് ഓരോ നോട്ട്ബുക്ക് ഓരോ മൊഡ്യൂളിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്യുക. ഒരു പോയിറ്റിക്ക് ഒരു നോട്ട്ബുക്ക്, പ്രോസിന് വേറെ നോട്ട്ബുക്ക്, ഡ്രാമക്ക് വേറെ എണ്ണം, ക്രിറ്റിക്സിന് വേറെ എണ്ണം, അങ്ങനെ ഓരോ ടൈപ്പ് നോട്ട്ബുക്കായിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അതിരുന്ന് പഠിക്കുക. അതിൽ ഓരോ വർക്കായിട്ട് എഴുതി നമ്മൾ സെൽഫ് നോട്ട് ഉണ്ടാക്കണം. അതാണ് ഏറ്റവും നിങ്ങൾക്ക് എപ്പോഴും നല്ല കാര്യം അതാണ്. അല്ലാണ്ട് നിങ്ങൾ വേറെ ആരുടെയും മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. റിക്വസ്റ്റാണ്. കാരണം അങ്ങനെ ഒരു മെറ്റീരിയൽസ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. ആ മെറ്റീരിയൽസ് മാത്രം നമ്മുടെ കയ്യിൽ ലാസ്റ്റ് ബാക്കി ഉണ്ടാവും, വേറെ ഒന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല. മെറ്റീരിയൽസ് കുറേ നമ്മുടെ കയ്യിലുണ്ടാവും വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് എപ്പോഴും വേണ്ടത് എന്താണ്, നമ്മുടെ കയ്യിലുണ്ടാവുന്ന ഇൻഫർമേഷൻസ് നമ്മൾ എത്രത്തോളം മനസ്സിലേക്ക് കയറ്റി എന്നുള്ളതാണ്. ഇതൊരു ചെറിയ പോയാണ്. നാളെ നമ്മളെ ക്ലബ് ട്രംപറ്റ് ഉണ്ടല്ലോ, അതിൽ ഓൾമോസ്റ്റ് ഒരു 100-150 ക്വസ്റ്റ്യൻസ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഉണ്ടാക്കി വെച്ചത്. അതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പഠിക്കാൻ ഇനി ബാക്കിയുണ്ടെന്ന് മനസ്സിലാവും നമുക്ക്. നമ്മളിപ്പോൾ ഈ പോക്ക് പോകുകയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും, പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇൻഷാല്ലാ ഓൾമോസ്റ്റ് പിന്നെ അങ്ങോട്ട് റിവിഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മുതൽ മോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഓരോ വീക്കിലും സൺഡേ നിങ്ങൾക്ക് മോൾ എക്സാം ഉണ്ടാവും. നിങ്ങൾ ആ വീക്ക് പഠിച്ചത് മോൾ എക്സാമായിട്ട് ഞാൻ കണ്ടക്ട് ചെയ്യും, അത് നിങ്ങൾ ചെയ്യും വേണം. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ നമ്മൾ കുത്തിയിരുന്നിട്ട് ഒരു ദിവസം ഒരു അരമണിക്കൂറിന് ക്ലാസ് കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന എഫേർട്ടാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത്. നമ്മൾ എത്ര ഡിറ്റർമിൻഡ് ആണോ അതിനനുസരിച്ച് നമ്മൾ കിട്ടുന്നതും കിട്ടാത്തതും. ഓക്കെ. നിങ്ങൾക്ക് നല്ലൊരു ചാൻസാണ് ഇപ്രാവശ്യം. കാരണം കുറേ വേക്കൻസി വരാൻ കിടക്കുന്നുണ്ട്. ആ ലാംഗ്വേജിൻ്റെ ഒരു ഇഷ്യൂ മാറിക്കഴിഞ്ഞാൽ കുറേ വേക്കൻസി റൈസ് ചെയ്യും. അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന വേക്കൻസികളാണ്. അപ്പോൾ വാങ്ങിയെടുക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം. ഓക്കെ. അപ്പോൾ നാളെ നമുക്ക് എന്ത് ചെയ്യാം, ട്രംപിൾ ക്ലബിൻ്റെ ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം. അതിന് മുന്നേ MCQ ഞാൻ ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യും. MCQ എല്ലാവരും ചെയ്ത് നോക്കണം, അത് വിട്ട് കളയരുത് ആരും. മാക്സിമം MCQs കിട്ടുന്നിടത്തൊക്കെ MC കളക്ട് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ. then we'll see you in our next class. Okay.